ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമ സുൽത്താന സിനിമാ താരങ്ങൾക്ക് കഞ്ചാവ് നൽകുന്ന മൊഴിയിൽ ശ്രീനാഥ് ബാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും എക്സൈസ് നോട്ടീസ് അയക്കും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാകും നോട്ടീസ് നൽകുക. തസ്ലീമ സുൽത്താനയും താരങ്ങളുമായുള്ള ചാറ്റുകൾ എക്സൈസിന് കിട്ടി. സമീപകാലത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് കേസെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ 24-നോട് പറഞ്ഞു. എന്ത് തെളിവാണുള്ളതെന്ന് നമുക്ക് സയൻറ്റിഫിക് എവിഡൻസും കൂടി വേണം. അത് കിട്ടിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ നോട്ടീസ് അയച്ച് വരുത്തി അവരെ ചോദ്യം ചെയ്യും. മൊബൈൽ ഫോണും മറ്റ് CDR ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ശാസ്ത്രീയ തെളിവ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. സിനിമാ മേഖലയായിട്ട് 7-8 വർഷത്തെ ബന്ധമുണ്ട്. ഏതൊക്കെയോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയായിരുന്നു അത്. അപ്പോൾ ഇവർക്ക് സിനിമാ മേഖലയുമായുള്ള ബന്ധം എത്രത്തോളമുണ്ട്? ഏതൊക്കെ താരങ്ങളുമായി ചാറ്റുകളുണ്ട്? ഈ 2 താരങ്ങൾക്കപ്പുറം കൂടുതൽ താരങ്ങളിലേക്ക് ഈ അന്വേഷണം എത്തുമോ? എന്താണ് അറിയാൻ കഴിയുന്നത് മനീഷ്? ഹാഷ്മി, കേരളത്തിൽ നിന്നും, അതായത് ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയിട്ടുള്ള സിനിമാ മേഖലയുമായി 8 വർഷത്തിലുള്ള വ്യാപകമായിട്ടുള്ള ബന്ധമാണ്. ലഹരിയുടെയും ഒപ്പം തന്നെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ബന്ധമാണ് ഈ തസ്ലീമ സുൽത്താനയ്ക്കുള്ളത്. ഇവരുടെ ഇപ്പോഴത്തെ പേര് ക്രിസ്റ്റീന എന്നാണ്. അവർ പേര് മാറ്റി എന്നാണ് ഇപ്പോൾ എക്സൈസ് സംഘം അറിയിക്കുന്നത്. അതായത് ഇവർക്ക് എറണാകുളത്ത് ഒരു സ്പാ ഉണ്ട്, അതായത് മസാജിങ് സെന്റർ നിലവിലുണ്ട്. അതിന്റെ ആ സ്ഥാപനത്തിന്റെ പേര് ക്രിസ്റ്റീന എന്നാണ്. അങ്ങനെ ഈ സിനിമാ മേഖലയിലെ ഇത്തരത്തിലുള്ള ഈ പെറ്റ്ലർ ഇവരെ അറിയപ്പെടുന്നത് ക്രിസ്റ്റീന എന്ന രീതിയിലാണ്. ഇവർ വ്യാപകമായി സിനിമാ സെറ്റുകളിൽ എത്തുന്നു. അവിടെ ഈ തെലുങ്ക്, കന്നഡ സിനിമകളൊക്കെ തന്നെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന ജോലിയാണ് തനിക്കെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥരോട് പറയുന്നത്. ഒപ്പം തന്നെ സിനിമാ മേഖലയിലേക്ക് വേണ്ട, ഉന്നതർക്ക് വേണ്ട സ്ത്രീകളെ എത്തിച്ചു കൊടുക്കൽ, ഒപ്പം തന്നെ ലഹരി എത്തിച്ചു കൊടുക്കലാണ് ഇവരുടെ ജോലി. നേരത്തെ 6 വർഷം മുൻപ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇവർ 4ാം പ്രതിയായിരുന്നു. ഇവരാണ് ഈ പെൺകുട്ടിയെ അവിടെ എത്തിച്ചു നൽകിയത്. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിലുള്ള ഉന്നതരുമായി ഇവരുടെ ബന്ധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവർക്ക് ഇവർ വിപണനം നടത്തിയെന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ ഇതിൽ ലഭ്യമായിട്ടുണ്ട്. അതിൽ ശ്രീനാഥ് ബാസിയുടെക്കെതിരെയും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കുമെതിരെ ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഇവരുമായി ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചു എന്ന്, ഇവർക്ക് ലഹരി ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇവർക്ക് കൈമാറിയിട്ടുണ്ടെന്നുമാണ് എക്സൈസിന് കൊടുത്ത മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ ഈ നടന്മാരെ 2 പേരെയും നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയക്കുമെന്നാണ് എക്സൈസ് പറയുന്നത്. അതായത് ഇവരുടെ കയ്യിൽ നിന്ന് റിക്കവറി ഇല്ലെങ്കിൽ കൂടി ഇവർക്ക് ലഹരി കൈമാറിയതിന്റെ തെളിവ് ശാസ്ത്രീയമായ പരിശോധനയുടെ നിലവിൽ എക്സൈസ് സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നിയമവശങ്ങൾ എക്സൈസ് തേടി വരികയാണ്. ഒപ്പം തന്നെ ഇവർക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ട്. അത്തരം വിവരങ്ങൾ പോലീസിനായിരിക്കും എക്സൈസ് കൈമാറുക. അങ്ങനെ ഈ ക്രിസ്റ്റീന എന്നറിയപ്പെടുന്ന ഇവർ കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് വെച്ച് പിടിയിലാകുമ്പോൾ തന്റെ കുടുംബത്തോടൊപ്പമായിരുന്നു മാരാരിക്കുളത്ത് എത്തിയത്. തന്റെ പ്രായപൂർത്തിയാകാത്ത 2 മക്കളും ഒപ്പം തന്നെ ഭർത്താവുമായിട്ടാണ് 2 കോടി വില വരുന്ന ഈ ഹൈബ്രിഡ് കഞ്ചാവുമായി ഇവരെത്തിയത്. സാധാരണ രീതിയിൽ എക്സൈസ് പറയുന്നത് ഇത് ആഫ്രിക്കൻ ഇന്ത്യൻ കഞ്ചാവ് വിത്തുകൾ സംയോജിപ്പിച്ചുണ്ടാക്കുന്ന ഒരു കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു ചെടിയാണിത്. ഇത് വെളിച്ചം കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുകയും ഒപ്പം തന്നെ അവിടെ അത്തരത്തിൽ ഈ സാങ്കേതികമായി വളർത്തിയെടുക്കുന്ന ഇതിന് 20 മടങ്ങ്, കഞ്ചാവിനേക്കാൾ 20 മടങ്ങ് ലഹരിയുണ്ട്. MDMA വിൽപ്പന നടത്തി ആ പണം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ പോലും, MDMA ഉപയോഗിക്കുന്നവർ പോലും ഹൈബ്രിഡ് കഞ്ചാവിനാണ് കൂടുതൽ വില കൊടുക്കുന്നത്. അതായത് അതിനാണ് കൂടുതൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു വസ്തു, ലഹരി വസ്തു എയർപോർട്ടിന് പുറത്തു നിന്ന് ആദ്യമായാണ് ഇത്രയും അധികം അളവിൽ പിടികൂടുന്നത് എന്ന് കൂടി എക്സൈസ് പറയുന്നുണ്ട്. എന്താണെങ്കിലും എക്സൈസിന്റെ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ടുള്ള വിനോദ് കുമാറിനാണ് ഇതിന്റെ അന്വേഷണ ചുമതല. ഓക്കെ, മനീഷ് മഹിപാലാണ്. 2 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. കൂടുതൽ സിനിമാ താരങ്ങൾ ആർക്കെങ്കിലുമായി ഇവർക്ക് ബന്ധമുണ്ടോ, ലഹരി വാങ്ങിയിട്ടുണ്ടോ തുടങ്ങിയൊക്കെ എക്സൈസിന്റെ അന്വേഷണ പരിധിയിലുമാണ്.